നമസ്കാരം. കോൺഗ്രസുമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം തീർത്താണ് ശശി തരൂർ ഇന്ന് KPCC ആസ്ഥാനത്ത് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രചാരകന്റെ റോളിൽ തരൂർ ഇനിയുണ്ടാകും. ഇത് വ്യക്തമാക്കുന്നതാണ് തരൂരിന്റെ വാക്കുകൾ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തങ്ങളുടെ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിക്കുന്ന വ്യക്തിയാണ് താനെന്നും തരൂർ പറഞ്ഞു. KPCC ആസ്ഥാനത്ത് മഹാത്മാഗാന്ധി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങളോട് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് AICC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് തരൂരിന്റെ പരാമർശം. കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ മാധ്യമ വ്യാഖ്യാനങ്ങൾ മാത്രമാണെന്നാണ് തരൂർ പറയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തെയും താൻ അംഗീകരിച്ചിട്ടില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി തങ്ങളുടെ നേതാവാണെന്ന് മാത്രമല്ല, ആത്മാർത്ഥമായി നിൽക്കുകയും വർഗീയതയടക്കം എതിർക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യത്തെ പല കാര്യത്തിനും വേണ്ടി ശക്തമായ സ്വരമുയർത്തുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച് തനിക്ക് അഭിപ്രായമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ എല്ലായ്പ്പോഴും എല്ലാത്തിനെയും എതിർക്കുന്ന വ്യക്തി അല്ലെന്നും ചില വിഷയങ്ങളിൽ വ്യക്തിപരമായ നിലപാട് പറയാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില വിഷയങ്ങളിൽ താൻ എടുക്കുന്ന ലൈൻ പ്രോ BJP ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നും എന്നാൽ അത് താൻ പ്രോ ഗവൺമെൻറ് പ്രോ ഇന്ത്യ ആയിട്ടാണ് പറയുന്നതെന്നാണ് തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. മഞ്ഞുരുക്കത്തിന് പിന്നാലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ട് തരൂർ KPCCയിലെ ഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിലാണ് പ്രധാന നേതാക്കൾക്കൊപ്പം പങ്കെടുത്തത്. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാനില്ലെന്നും ഇനി സ്നേഹത്തിൽ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ തരൂർ പാർട്ടി വിടുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കും അവസാനമായിരിക്കുകയാണ്. ഡൽഹിയിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തിയ ചർച്ചയിലുണ്ടായ മഞ്ഞുരുക്കത്തിന് പിന്നാലെയാണ് ഇന്ന് KPCC ആസ്ഥാനത്ത് ഗാന്ധി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ തരൂർ പങ്കെടുത്തത്. AK ആന്റണി, KC വേണുഗോപാൽ, VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല തുടങ്ങിയ കേരളത്തിലെ പ്രധാന നേതാക്കൾക്കൊപ്പമാണ് പിണക്കത്തിന് ശേഷമുള്ള തരൂരിന്റെ ആദ്യ വേദി പങ്കിടലും. രാഹുൽ ഗാന്ധിയും ഖാർഗെയുമായി നടന്ന ചർച്ച വളരെ ക്രിയാത്മകവും അനുകൂലമായിരുന്നുവെന്ന് തരൂർ പറഞ്ഞിരുന്നു. ഒരു വിഷയവുമില്ല, പറയാനുള്ളതെല്ലാം മൂന്നാളും കൂടി രണ്ട് ഭാഗത്ത് നന്നായി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകും. കൂടുതൽ ഞാൻ എന്ത് പറയാനാണെന്നായിരുന്നു തരൂർ പ്രതികരിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പുതിയ പദവിക്കായി താൻ ശ്രമിക്കുന്നില്ലെന്നും ഇപ്പോൾ തന്നെ MP ആണെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. തിരുവനന്തപുരത്ത് ജനങ്ങളുടെ താല്പര്യത്തിനായി പാർലമെന്റിൽ പ്രവർത്തിക്കുകയാണ് ജോലിയെന്നും കേരളത്തിൽ പാർട്ടിക്കായി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എറണാകുളത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് പരിപാടിയിൽ തരൂരിന്റെ പേര് പറയാതെ രാഹുൽ നീരസം പരസ്യമായി പ്രകടമാക്കുന്ന വാർത്തകളുണ്ടായിരുന്നു. രാഹുലിന് എഴുതി നൽകിയ പേരുകളിൽ തരൂരിൻ്റേത് അബദ്ധത്തിൽ വിട്ടുപോയെന്നായിരുന്നു കോൺഗ്രസ് ഇതിന് നൽകിയ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളോട് തരൂർ അതൃപ്തി പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചത്. ഇതും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും കാരണമായി. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കവുമായി ബന്ധപ്പെട്ട് ഡൽഹി ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഡൽഹിയിൽ നടത്തിയ 2 മണിക്കൂർ ചർച്ചയിലാണ് മഞ്ഞുരുകിയത്. നേതാക്കളുമായി ക്രിയാത്മക ചർച്ച നടത്തിയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുമെന്നും തരൂർ വ്യക്തമാക്കി. അതിനിടെ തരൂരിൻ്റെ പാർട്ടിയുമായിട്ടുള്ള അനുനയ നീക്കത്തിൽ താൻ ഇടപെട്ടുവെന്ന വാർത്തകളെ ഷാഫി പറമ്പിലും തള്ളുകയാണ്. തരൂർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമാണ്. ഇത്രയും മുതിർന്ന നേതാവിന്റെ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ മാത്രമുള്ള വലിപ്പം തനിക്കില്ലെന്നാണ് ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസിന്റെ പരമോന്നത തലത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് അദ്ദേഹം. ചർച്ച നടത്തിയത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടാണ്. അവർക്ക് സംസാരിക്കാൻ മറ്റൊരാളുടെ ഇടപെടൽ ആവശ്യമില്ല എന്നും ഷാഫി പറഞ്ഞു.